മഹേഷേ, ഈ വഴിയരികെ കൈയും പിടിച്ച് നിൽക്കുന്ന നിങ്ങളുടെ പഴയ കാമുകിയല്ലേ? ഞാനോ? എന്റെ ഭർത്താവ് മഹേഷിനെ എവിടെ വെച്ച് കണ്ടാലും എനിക്കറിയാം. ഞാൻ കണ്ണുപൊട്ടിയൊന്നുമല്ല. എന്നെ പൊട്ടിയാക്കാനും നോക്കണ്ട. ആ ബന്ധമൊക്കെ അവസാനിച്ചെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നോ? എടി, ഞാൻ അവളെ കണ്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ നീ കരുതുന്നത് പോലെയൊന്നും അല്ല. കാണുക മാത്രമല്ലല്ലോ. എടി, അത് അവളുടെ ഒരു ഫാമിലി ഇഷ്യൂ. അത് എന്നോട് ഷെയർ ചെയ്തേ ഉള്ളൂ. അതൊക്കെ മഹേഷിനോട് പറയേണ്ട കാര്യം എന്താ? അവളെ ഒന്ന് വിളിക്കേ, ഞാൻ ചോദിക്കട്ടെ അവളോട്. എന്തിനു വിളിക്കണം? നിങ്ങൾ തമ്മിൽ വേണ്ടാത്ത ബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാനും കൂടെ അറിയട്ടെ എന്താ അവളുടെ കുഴപ്പം എന്ന്. ഏയ്, അതൊന്നും വേണ്ട. വിളിക്കാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അവിടെ ചെന്ന് അവളെ പോയി കണ്ട് എനിക്ക് ചോദിക്കാൻ മടിയൊന്നും ഇല്ല. എന്റെ പൊന്ന് കാവ്യ, നീ ഒന്ന് അടങ്ങ്. ഭർത്താവിന് ഈ ഒരു അവസ്ഥയെ കണ്ടല്ലേ ഏതൊരു ഭാര്യ സഹിക്കും? നിങ്ങൾ എന്നെ ഈ അവസ്ഥയെ കണ്ട നിങ്ങൾ സഹിക്കോ? അതെന്താ, നിങ്ങൾക്ക് ഈ നിയമം ഒന്നും ബാധകമല്ലേ? ശരി, വിളിക്കണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അവളോട് തന്നെ ഞാൻ ചോദിച്ചോളാം. അവളുടെ കുടുംബ പ്രശ്നം എന്റെ ഭർത്താവിനോട് പറയുമ്പോൾ അവൾക്ക് എന്ത് സുഖം കിട്ടുന്നെന്ന് എനിക്കൊന്ന് അറിയണം. അവൾ സുഖം തേടി നടക്കുന്നവളൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. മോള് പോരുന്ന് പഠിക്കേ. എടി, നീ എന്നോട് ക്ഷമിക്കണം. കുറച്ച് നാൾ മുമ്പേ ഞാൻ അവളെ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ അവൾ അക്കൗണ്ട് കയറി നോക്കി. ഒരു ഫോട്ടോയ്ക്ക് ഞാൻ ലൈക്കും ചെയ്തു. പിന്നെ റിക്വസ്റ്റ് വന്നു. അവളോട് സംസാരിച്ചപ്പോൾ പഴയ എന്നെ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നി. എനിക്ക് അവളെ മറക്കാൻ കഴിയില്ല. വേറെ ജാതിയാണെന്നും പറഞ്ഞ് എന്നെ മറക്കാൻ അവളുടെ വീട്ടുകാർ അവളെ നിർബന്ധിച്ചു. അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. അവൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു. ഇപ്പം കിട്ടിയ അവൻ അവളെ എന്നും തല്ലും. അവളുടെ വിഷമം കേട്ട് സഹിക്കാനാവില്ല എനിക്ക്. കണ്ട പെണ്ണുങ്ങളുടെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞു പോയ എന്റെ ഭർത്താവ് നാണമില്ലല്ലോ. എന്റെ കൊച്ചിന്റെ തന്ത. അവളെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ നിന്നെ പേടിച്ചിട്ട് എനിക്കത് പറയാൻ പറ്റിയില്ല. മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. എന്റെ മുന്നിൽ ഇനി കണ്ടുപോകരുത്. നീ എന്നെ പൊന്നു പോലെ നോക്കിയത് കാവ്യ. പക്ഷേ നീ എന്നെ വെറുക്കരുത്. മാസം തോറും ചെലവിനുള്ള പൈസ ഞാൻ അയക്കാം. എനിക്ക് ATM മെഷീൻ അല്ല വേണ്ടത്. എനിക്കറിയാം എന്റെ കൊച്ചിനെ നോക്കാൻ. അമ്മേ, എന്റെ യൂണിഫോമിന്റെ ഷോള് കാണുന്നില്ല. മോളെ അതിന്റെ വാർഡ്രോബിന്റെ സൈഡിലുണ്ടല്ലോ. പിന്നെ ഇന്നെന്താ കഴിക്കാൻ ഫുഡ്? ഇന്ന് മോൾക്ക് ഇഷ്ടമുള്ള ഫ്രൈഡ് റൈസാ. ഞാൻ വന്നപ്പോ എന്താ അമ്മ വിഷമിച്ചിരുന്നേ? ഒന്നുമില്ല മോളെ. അല്ല, ഞാൻ കണ്ടതാ അമ്മ ഫോൺ നോക്കി വിഷമിച്ചിരിക്കുന്നത്. അമ്മയുടെ ഒരു ഫ്രണ്ടേ പണ്ട് അമ്മയ്ക്കൊരു പണി വന്നായിരുന്നു. അയാളുടെ കോള് കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായതാ. സാരമില്ല. അവരെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കമ്മേ. ബ്ലോക്ക് ചെയ്തേക്ക്. എടി, നിന്റെ അമ്മ ഉണ്ടാക്കുന്ന റൈസിന് എന്തൊരു ടേസ്റ്റാ. അത് എന്റെ അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യാ. എടി, നിന്റെ അമ്മ ഇത്ര ഫുഡ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാ കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നത്? അതെനിക്ക് പറഞ്ഞോളൂ. ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചാൽ നീ വിഷമിക്കോ? വേറെ കൂട്ടുകാർ നിന്നോട് ചോദിക്കുമ്പോൾ നിന്റെ മോൻ വാടാറുണ്ട്. എന്നാലും ഞാൻ ചോദിക്കുമോ? ഇഷ്ടമല്ലെങ്കിൽ നീ പറയണം. നിന്റെ അച്ഛൻ എവിടെയാണ്? അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. അച്ഛൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പൈസയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ടെങ്കിലും ഞാനും അമ്മ ഹാപ്പിയാണ്. ഇനി ആരോടും പറയാത്ത കാര്യമില്ല. എന്നാലും നീ എന്നോട് പറഞ്ഞല്ലോ. നീ എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. ഞാനത് ആരോടും പറയും. സാരമില്ലടി, വിഷമിക്കണ്ട. നീ എന്താ പെട്ടെന്ന്? കുറെ നാളായല്ലോ കണ്ടിട്ട്. എടി, അത് ഞാൻ പറഞ്ഞ നീ എന്നോട് ദേഷ്യപ്പെടരുത്. നീ ആദ്യം കാര്യം പറ, എന്നിട്ട് നോക്കാം ദേഷ്യപ്പെടണോ വേണ്ടോന്ന്. മഹേഷേ എന്നെ ഇടയ്ക്ക് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾക്ക് കുഞ്ഞിനെ വേണമെന്നാ പറയുന്നത്. 2 ദിവസമെങ്കിലും നീ കൊച്ചിനെ അയാളോട് നിർത്തണമെന്നാ അയാളുടെ ഇപ്പോഴത്തെ ആവശ്യം. നിനക്ക് എങ്ങനെ തോന്നിടി അങ്ങേരുടെ വാക്കും കേട്ട് എൻ്റെ അടുത്ത് ഇതൊന്ന് പറയാൻ? നീ എൻ്റെ നല്ലൊരു കൂട്ടുകാരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എടി, നീ എന്നെ അവിശ്വസിക്കല്ലേ. ഞാൻ ഇപ്പോഴും നിന്റെ ഭാഗത്ത് തന്നെയാ. നിനക്കറിയാലോ അയാൾ പോയതിനു ശേഷം ഞാൻ എന്ത് കഷ്ടപ്പെട്ട മോളെ വളർത്തിയെന്ന്. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ കെട്ടിയത്. പഴയ കാമുകിയുടെ കരച്ചിൽ കേട്ടപ്പോൾ
അയാൾ എന്നെ ഉപേക്ഷിച്ച് അങ്ങ് ഒരു പോക്കങ്ങ് പോയി. ഡിവോഴ്സിന് കോർട്ടിൽ വന്നപ്പോൾ പോലും അയാൾ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. വെറുത്തു ഞാൻ അയാൾ. ഇപ്പം വന്നേക്കുന്നു മോളുടെ ക്ഷേമം അന്വേഷിക്കാൻ. ഞാൻ ആലോചിക്കുന്നതേ, മഹേഷ് എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ആവശ്യം കൊണ്ടുവന്നത്? കുറ്റബോധം കാരണമായിരിക്കും. സന്തോഷവും സുഖം തേടി പോയതല്ലേ. എന്തായാലും നീ ഇനി അതൊന്നും ഓർത്തിരിക്കണ്ട. അയാൾ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. അയാൾ എങ്ങാനും പെട്ടെന്ന് വന്ന് ഈ ആവശ്യം നിന്നോട് പറഞ്ഞാലേ നീ എങ്ങനെ ഉൾക്കൊള്ളൂന്ന് എനിക്ക് അറിയില്ലല്ലോ. അയാൾ എൻ്റെ മുന്നിൽ വരില്ല. വന്നാൽ ഞാൻ കൊടുത്തോളാം. അമ്മേ, അത് അച്ഛനല്ലേ? എൻ്റെ മോള് വളർന്ന സുന്ദരിയായല്ലോ. അച്ഛൻ എവിടായിരുന്നു? അച്ഛൻ പറഞ്ഞു കൊടുക്ക് അച്ഛൻ എവിടെയായിരുന്നു എന്ന്. അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട് മോളെ. അച്ഛൻ മോളെ ഇടയ്ക്ക് ദൂരെ വന്ന് കാണാം. ദൂരെ വരുന്ന എന്തിനാ? വീട്ടിൽ വന്നൂടെ? അച്ഛൻ മോളെ കാണാൻ വരാവേ. അച്ഛൻ മോളെ കാണാൻ വരുമ്പോൾ കളിപ്പാട്ടവും മുട്ടായും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. വാ മോളെ. ഹലോ കാവ്യ, പറ ടീച്ചർ. മോൾക്ക് നല്ല സുഖമില്ല, ഒന്ന് വന്നു കൊണ്ടുപോകാമോ? അയ്യോ, എന്ത് പറ്റി അവൾക്ക്? ചെറിയ പനിയുണ്ടെന്ന് തോന്നുന്നു. ശരി ടീച്ചർ, ഞാൻ പെട്ടെന്ന് വരാം. അയ്യോ, എന്ത് പറ്റി എൻ്റെ മോൾക്ക്? ചെറിയ പനി പോലെ ഉണ്ടായിരുന്നു. മോൾ ഹോമിയല്ലേ കഴിക്കുന്നത്. ഞാൻ മരുന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ആര് പറഞ്ഞു എൻ്റെ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരാൻ? എന്നെ എൻ്റെ മോളെ ഫോളോ ചെയ്യരുത് നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടില്ലേ? എടി, ഞാൻ മോളെ ഒന്ന് കാണാൻ വന്നതാണ്. ഞാൻ ഇവിടെ ഒന്ന് കാണുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോയി കണ്ടത്. നിങ്ങൾ ഇങ്ങനെ ഒളിച്ചും പാത്തും അവളെ അവിടെ ഇവിടെ കാണാൻ വന്നാലേ ഞാൻ അവളെ ട്യൂഷൻ അങ്ങ് നിർത്തും. എനിക്ക് എൻ്റെ മോളെ കാണാനല്ലേ കാവ്യ. ദേ മഹേഷ്, എന്നെ കൊണ്ട് വെറുതെ ഹിസ്റ്ററി ഒന്നും പറയിപ്പിക്കല്ലേ. മോളെ അകത്ത് പോ, ഫ്രൂട്ട്സ് ഉണ്ട്, പോയി കഴുകി. കാമുകിയുടെ കൂടെ പോയപ്പോഴേ മോളുടെ കാര്യം ആലോചിച്ചില്ലായിരുന്നോ? എനിക്ക് എൻ്റെ മോളെ വല്ലപ്പോഴും കാണണം, പുറത്തും കൊണ്ടുപോകണം. അതിന് നീ അനുവദിക്കണം. ഞാൻ ചത്താലേ നിങ്ങൾ എൻ്റെ മോളെയും കൊണ്ട് പോകത്തുള്ളൂ. കാമുകിയുടെ പൊങ്കണീരം കണ്ട് ഞങ്ങളെ കുറിച്ചൊന്നും അറിയൊക്കെയത് പോയതല്ല അവളുടെ കൂടെ. അവളെയും കണ്ടങ്ങ് ജീവിച്ചാൽ മതി. കിട്ടുന്ന ശമ്പളം കുറവാണെങ്കിലും അവളെ ഒരു കുറവ് അറിയിക്കാതെ ഞാൻ വളർത്തുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. എടി, അയാൾ എൻ്റെ മോളെ തട്ടിയെടുക്കാൻ വന്നതാണ്. നീ പറഞ്ഞ പോലെ കാമുകി അയാളെ ഉപേക്ഷിച്ചപ്പോൾ അയാൾക്ക് ചെയ്ത തെറ്റോർത്ത് പശ്ചാത്താപം തോന്നിക്കാണും. പക്ഷേ എനിക്ക് അയാൾ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ മോളെ വളർത്തുന്നത്. എൻ്റെ സങ്കടം ഇതൊന്നുമല്ല. മോൾക്ക് ഒരു തരത്തിലും അയാളോട് ദേഷ്യമൊന്നുമില്ല. അയാളെ വിളിക്കുമ്പോഴൊക്കെ കൂടെ പോവുക. മോളിപ്പോൾ സ്നേഹം കൊണ്ട് അയാളടുത്ത് ചെല്ലുന്നു എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്ന എനിക്ക് ഉറപ്പാണ്. അമ്മേ, എനിക്ക് ആ ഫോൺ തരൂ. ഗെയിം കളിച്ച് വെറുതെ സമയമൊന്നും കളയരുത് കേട്ടോ. കണ്ണൊന്നും ചീത്തയാക്കണ്ട. നിങ്ങൾ പിന്നെയും വന്നോ? നിങ്ങളടുത്ത് പറഞ്ഞില്ലേ എൻ്റെ മോളിനെ പുറകെ വരരുതെന്ന്? ഞാൻ പോലീസിനെ വിളിക്കും, പറഞ്ഞേക്കാം. ഞാനേ എൻ്റെ മോള് വിളിച്ചിട്ടാണ് വന്നത്. ദേ, വെറുതെ ഒരു കള്ളം പറഞ്ഞു വരരുത്. കള്ളമല്ലമ്മേ, ഞാനാ വിളിച്ചേ. മോളെ, ഇവിടെ നല്ലൊരു പാർക്കുണ്ട്. അവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. എങ്കിലേ മോള് പോയി വേഗം റെഡി ആവുക. അച്ഛൻ കാർ എടുക്കാം. ഓ വേണ്ട, ഞാനും അമ്മയും കൂടെ പോയിപ്പോളാം. അങ്കിള് വരണ്ട. അങ്കിളോ? അങ്കിള് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ അങ്കിള് തന്നെ കൊണ്ടുവെക്കും. എനിക്കിതൊക്കെ എൻ്റെ അമ്മ എപ്പോഴും വാങ്ങിത്തരുന്നത് തന്നെയാണ്. അങ്കിള് വന്നപ്പോഴേ ഞാൻ കരുതി പണ്ട് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയ അച്ഛൻ വിഷമത്തോടെ തിരിച്ചു വന്നതാണ്. അമ്മ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല അച്ഛൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയതാണെന്ന്. ഈ ലൈഫിൽ ഞാനും എൻ്റെ അമ്മയും ഹാപ്പിയാണ്. എൻ്റെ അമ്മയും അച്ഛനും എല്ലാം എൻ്റെ അമ്മയാണ്. എനിക്കിനി അങ്ങനെ മതി. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഞങ്ങളെ അന്വേഷിച്ച് വരരുത് പ്ലീസ്. അമ്മയെ വിട്ട് ഞാൻ എവിടെയും പോവില്ല. അച്ഛൻ വേറൊരു സ്ത്രീയുടെ കൂടെ പോയതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് അച്ഛനെ കുറിച്ച് കുറ്റമൊന്നും പറയാതെ തന്നെ അമ്മ വളർത്തിയത്. അച്ഛൻ തെറ്റുപറ്റി, അത് ക്ഷമിക്കാൻ നോക്കിയതാണ് ഞാൻ.
പക്ഷേ തെറ്റല്ല, ദ്രോഹമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മ. ഇങ്ങനെ കരയല്ലേ അമ്മ.